കൊട്ടാരക്കര കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിലെ അന്വേഷണം പ്രഹസനമെന്ന് ബിജെപിയും ഹിന്ദു ഐക്യവേദിയും. ഭക്തജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി. ദേവസ്വം വിജിലൻസ് അന്വേഷണം സുതാര്യമല്ല. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ പ്രതീക്ഷിച്ചപ്പോൾ വന്നത് SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ദേവസ്വം അധികൃതരെ സംരക്ഷിക്കുന്ന നിലപാടാണ് വിജിലൻസിന്റേതെന്നും BJP ആരോപിച്ചു. അതേസമയം ദേവസ്വം വിജിലൻസുമായി വാക്കുതർക്കവും ഉണ്ടായിരിക്കുകയാണ്. മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, നമുക്കറിയാം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം അങ്ങേയറ്റം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അത് ജനം TV പുറത്തുവിട്ട് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. അതിനും സമാനമായ രീതിയിലുള്ള വൃത്തിഹീനമായ സാഹചര്യം തന്നെയായിരുന്നു. ഒടുവിൽ വലിയ രീതിയിലുള്ള ഭക്തജന പ്രക്ഷോഭവും BJP ഇടപെടലും ഉണ്ടായതിനു ശേഷം ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെയും കാര്യങ്ങൾ സുതാര്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വന്ന് വെറുതെ ഒരു പരിശോധന നടത്തി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് എന്നാണ് BJPയുടെ ആരോപണം. എന്താണ് അവിടെ സംഭവിച്ചത്? ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഏത് രീതിയിലുള്ളൊരു പരിശോധനയാണ് അവിടെ ഉണ്ടായത്? ഇവിടെ ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. ഈ പരാതിക്കാരെയും അതോടൊപ്പം തന്നെ ദേവസ്വം അധികൃതരെയും കണ്ടു. മൊഴി രേഖപ്പെടുത്തുവാനായിട്ടാണ് അവർ ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇവിടേക്ക് എത്തിയത്. എന്നാൽ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനല്ല, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ എത്തി പരിശോധന നടത്തണമെന്നായിരുന്നു ഈ ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ എന്തായാലും ഈ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ പോലീസിന്റെയും അതോടൊപ്പം തന്നെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഈ പരിശോധനയ്ക്കായി പോവുകയാണ്. വാടക വീട്ടിലും അതോടൊപ്പം തന്നെ ദേവസ്വത്തിന്റെ കെട്ടിടത്തിലുമാണ്. എന്തായാലും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം സുതാര്യമല്ലെന്നായിരുന്നു BJPയുടെ ആരോപണം. തീർച്ചയായും വിജിലൻസിന്റെ ഒരു ഉന്നത അധികാരിയെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ വന്നത് SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ, ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കുവാൻ, ദേവസ്വം ബോർഡ് കുറ്റക്കാരായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ അടക്കം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുവാൻ ഞങ്ങൾ വന്ന് മഹസർ എഴുതും, ഞങ്ങൾ തുറന്നിട്ടങ്ങ് പോകും എന്നുള്ള രീതിയിലാണ് നിലപാടെടുത്തത്. പക്ഷെ നമ്മളത് ശക്തമായി പറഞ്ഞു, ഭാര്യ അതേപോലെ ശക്തമായിട്ട് പറയുകയുണ്ടായി. അത് സീൽ ചെയ്യുക, വീണ്ടും സീൽ ചെയ്യുക, ശക്തമായ അന്വേഷണം ഉണ്ടാവുക, അടിയന്തര നടപടി ഉണ്ടാവുക, അതാണ് ആവശ്യം. തീർച്ചയായും അത് തന്നെയാണ്. ഇനി തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇപ്പം അന്ന് നമ്മൾ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മുറി പൂട്ടി സീൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വിജിലൻസിനെ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് ഇപ്പൊ ദേവസ്വം വിജിലൻസ് വന്നേക്കുന്നതിന്. ബാക്കി തുടർ നടപടികൾ ഇനി അവരാണ് സ്വീകരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് AC വന്നിട്ടുണ്ട്, അല്ലാതെ വിജിലൻസ് ഓഫീസർ വന്നിട്ടുണ്ട്, SI വന്നിട്ടുണ്ട്. വാടക വീടായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള സാധനങ്ങൾ മാറ്റാൻ ഒരു സാധ്യതയുണ്ടോ? അതാണ്, വാടക വീട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇനി നമുക്ക് അവിടെ തന്നെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ താൽക്കാലിക ഒരു സുരക്ഷിതത്വം എന്നൊരു അതിൽ വേറെ ഒരു മാനിപ്പുലേഷൻ നടക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് അന്ന് ഞാൻ സീൽ ചെയ്തിട്ട് അവിടെ ഒരു ഡ്യൂട്ടിക്ക് ഗാർഡിനെയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പം ദേവസ്ഥത്തിലെ ബാക്കി മേലുദ്യോഗസ്ഥർ എടുക്കേണ്ട നടപടികളാണ്. എനിക്ക് വേറെ ഇതിനകത്ത് ഇനിയൊരു നടപടിക്രമം എന്റെ ഭാഗത്തുനിന്ന് എനിക്കിനി ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ അവരാണ് ചെയ്യേണ്ടത്. എനിക്കിനിപ്പോൾ ഇതുവരെയുള്ള സംഭവങ്ങൾ നാളെ റിപ്പോർട്ടായിട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. 2 ദിവസം, സെക്കൻഡ് സാറ്റർഡേ സൺഡേ പ്രവൃത്തി ദിവസം അല്ലാത്തതുകൊണ്ട് നാളെയാണ് ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഫോൺ മുഖാന്തരം അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പം ഇവിടെ വന്നേക്കുന്നത്. അധികാരിയുമായിട്ട് സംസാരിച്ചു, അവരുമായിട്ടൊരു ധാരണയായിട്ടുണ്ട് നിലവിൽ. ഇനിയിപ്പം അതിന്റെ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ് നടക്കുന്നത്. തീർച്ചയായും എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ വാടക വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ വിജിലൻസ് SI അടക്കം, ദേവസ്വം വിജിലൻസ് SI അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വാക്ക് തർക്കമുണ്ടായിരുന്നു. അതായത് സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നതാണ് ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ ക്ഷേത്രത്തിന് സമീപമാണ് ഈ വാടക വീടുള്ളത്. ആ വാടക വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ നമ്മൾ എത്തിച്ചേരും. അവിടേക്കാണ് ഈ തുടർ നടപടിക്രമത്തിനായി ഈ പോലീസും അതോടൊപ്പം തന്നെ വിജിലൻസും എത്തുന്നത്. മഹസർ രേഖപ്പെടുത്തും. കൃത്യമായും അന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മഹസർ രേഖപ്പെടുത്തിയിരുന്നു. അതിലൊപ്പിട്ട സാക്ഷികളും കൂടെയുണ്ട്. അവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ വീട്ടിലേക്ക്, അതായത് ഈ വാടക വീട്ടിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ വീട്ടിനുള്ളിലാണ് കരിപ്രസാദം, അതോടൊപ്പം തന്നെ ചന്ദനം, ഭസ്മമൊക്കെ ഈ മദ്യക്കുപ്പികളോടൊപ്പം കണ്ടെത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം കൃത്യമായി നടക്കണം എന്നതാണ് ആവശ്യം. എന്തായാലും ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇനി എന്തായാലും ഈ വീട് സീൽ ചെയ്തിട്ടുണ്ട്. ഈ സീൽ ചെയ്തത് മാറ്റിയ ശേഷം ഈ വീട് തുറന്നാണ് തുടർ പരിശോധന നടക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായും ഈ മഹസർ രേഖപ്പെടുത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും രാവിലെ മുതൽ തന്നെ ഭക്തരൊക്കെ ആവശ്യപ്പെടുന്നത് അന്വേഷണം സുതാര്യമായി നടക്കണമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നതിന് കാരണം ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതീക്ഷിച്ചപ്പോൾ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വന്നു
എന്നുള്ളതാണ്. അങ്ങനെ ഉദ്യോഗസ്ഥർ വന്ന് ആദ്യം ഇവരുമായി, അതായത് ഈ പരാതി നൽകിയിട്ടുള്ള ആളുകളുമായി ഒക്കെ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. കാരണം തങ്ങൾ വന്ന് റിപ്പോർട്ട് എടുത്ത് പോകും, ആ വീട് സീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെയാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആ വീട് സീൽ ചെയ്ത് തന്നെ ആ സാധനങ്ങൾ സൂക്ഷിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നീടാണത് ദേവസ്വത്തിൻ്റെ അധീനതയിലുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് അത് മാറ്റി അവിടെ സീൽ ചെയ്ത ശേഷമാകും പോകുക എന്നുള്ള കാര്യം. എന്തായാലും ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട്, ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകരടക്കമുണ്ട്. ഓതറൈസ്ഡായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഈ വിജിലൻസിന്റെ AC എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് എംപ്ലോയി ആയിട്ടുള്ള താങ്കളാണ്. പേരെന്താണ് താങ്കളുടെ പേരെന്താണ്? അതായത് ഇവിടെ നിൽക്കുന്നതിൽ വിജിലൻസിന്റെ പവർഫുള്ളായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അസിസ്റ്റന്റ് കമ്മീഷണർ. അതിനോടൊപ്പം തന്നെ കേരള പോലീസിന്റെ സബ് ഇൻസ്പെക്ടറുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കൊട്ടാരക്കര CA എടുത്ത് ഒരു വാക്ക് പറയുകയോ കൊട്ടാരക്കര AC കൂടെ ചേർന്നിട്ടൊരു പരാതി കൊടുക്കുകയും ചെയ്താൽ ഇവിടെ FIR-ഉമായി ഇതിന്റെ മകസറുമായി ബാക്കി എല്ലാമായി സന്തോഷത്തോടെ ഭക്തർക്കിരിക്കാം. ഇത് നിങ്ങൾ AC രണ്ടുപേരോടെ ആലോചിച്ചിട്ട് ഒരു പരാതിയും കൊടുത്ത് സാറിനെ കൊണ്ടുകൂടെ ഒരു പ്രൊസീഡിങ് നടത്തി വെക്കുക എന്നുള്ളതാണ് മസ്റ്റാണ്. പിന്നെ ഇതൊരു ക്രിമിനൽ കുറ്റം അല്ലാതായി മാറും. ഇതൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിലാവും. അതുകൊണ്ട് ബാക്കി ചെയ്ത് നടന്നോട്ടെ, കാര്യങ്ങളെല്ലാം നടന്നോട്ടെ, കാര്യം നടന്നോട്ടെ. അതിനോടൊപ്പം തന്നെ എഴുതി ഇപ്പൊ തന്നെ കൊടുക്കണം. ഞാൻ പേപ്പറൊക്കെ ഞാൻ തരാം. ഇത് സമാന്തരമായിട്ട് രണ്ടും കൂടെ നടക്കട്ടെ. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കട്ടെ. കൊട്ടാരക്കര CA ഞങ്ങൾക്ക് വിശ്വാസമുള്ള സാറിന്റെ പേര് ജയകൃഷ്ണ സാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കട്ടെ. ഇതെല്ലാം ഗണപതിയുടെ നിയോഗമായിട്ട് കാണുക, അതല്ലാതെ വേറെ ഒന്നും കാണണ്ട. എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ഗണപതിയായിട്ട് തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ അതുകൊണ്ട് FIR-ഉം വരണം, വിജിലൻസ് അന്വേഷണം നടക്കണം. ആരാണ് വെള്ളം ചേർക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയണം. ഇതാണ് ഞങ്ങളുടെ ഭക്തരുടെ ആവശ്യം. അതാണ്. ഓക്കെ. അപ്പോൾ സാറ് കാര്യം ചെയ്തേരെ, സാറിന്റെ പേപ്പർ കയറാം, സാറും കഴിക്കും. അല്ല പേപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടോ. ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. അതല്ല, അതിനുള്ള നടപടി ഇവിടെ എടുത്തല്ലോ. ഇതിങ്ങനെ കണ്ടെത്തിയത് നിങ്ങളിപ്പോ പറയുന്നത്. തീർച്ചയായും FIR ഇടണം, അതോടൊപ്പം തന്നെ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണമെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും BJP പ്രവർത്തകരും അടക്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണം തുടരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വാടക വീട്, സീൽ ചെയ്ത വാടക വീട്ടിലേക്കാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഈ സീൽ ചെയ്തിരിക്കുന്ന ആ ഡോറുകൾ ഇനി ഓപ്പൺ ചെയ്ത ശേഷമാണ് ഉള്ളിലേക്ക് കടക്കുക. ഈ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെയാണ് ഈ കരിപ്രസാദം അടക്കം നിർമ്മിച്ചത് കണ്ടെത്തിയിരുന്നത്. ഈ ഉള്ളിൽ പോകുമ്പോൾ തന്നെ നമ്മൾ അന്ന് ദൃശ്യസഹിതം വ്യക്തമാക്കിയതാണ് ഈ മദ്യക്കുപ്പികളുടെ സാന്നിധ്യത്തിൽ, അതായത് മദ്യക്കുപ്പികളും അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളും ഒക്കെ ഉള്ള ഒരു മുറിക്കകത്ത് നിന്നാണ് ഈ കരിപ്രസാദം കണ്ടെത്തിയത്. ഇപ്പോൾ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ വാതിൽ തുറക്കുകയാണ്. പോലീസിന്റെ സാന്നിധ്യത്തിൽ വാതിൽ തുറന്നാണ് അകത്തേക്ക് പോയ ശേഷം ഈ പരിശോധന നടത്തുന്നത്. എന്തായാലും ആ ഒരു നിമിഷത്തിൽ ഇവിടെ ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകർ അടക്കമുണ്ട്. അവരൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. FIR ഇട്ടതൊരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ എടുക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ അന്വേഷണം സുതാര്യമായ രീതിയിൽ നടക്കണം. ഇപ്പോൾ ദേവസ്വം ഗാർഡും അതോടൊപ്പം തന്നെ പോലീസും ദേവസ്വം അധികൃതരും ദേവസ്വം വിജിലൻസും ഈ പരാതിക്കാരും ഭക്തജനങ്ങളും ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകരും അടക്കം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ വിജിലൻസിന്റെ പരിശോധന നടക്കുക. അത്രയധികം കാര്യങ്ങളാണ് ഇവിടെ ഓരോരുത്തരും ഉന്നയിച്ചിരുന്നത്. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ മുറി തുറന്നിരിക്കുന്നു. ആ മുറിക്കുള്ളിലാണ് ഈ മദ്യക്കുപ്പികളടക്കം ഈ കരിപ്രസാദം അടക്കം ഉണ്ടായിരുന്നത്. എന്തായാലും ഉള്ളിലേക്ക് കയറിയാണ് പരിശോധന നടത്തുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ മുറിക്കുള്ളിൽ അധികമാർക്കും നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ചെറിയൊരു മുറിയാണ്. ഈ മുറിക്കുള്ളിലാണ് ഈ നെയ്യുടെ ബോട്ടിലുകളും അതോടൊപ്പം തന്നെ എണ്ണയും തിരിയും അതോടൊപ്പം കരിപ്രസാദവും ചന്ദനവും എല്ലാം കൂട്ടിയിട്ടിരുന്നത്. വാഴയിലകളിലാക്കി ഇത് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പതിവ്. എന്നാൽ അത് കയ്യോടെ പിടികൂടുകയായിരുന്നു. എന്തായാലും ഈ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ മുറിക്കുള്ളിലേക്ക് ഓരോരുത്തരായി അങ്ങനെ പോലീസും ദേവസ്വം അധികൃതരും ദേവസ്വം വിജിലൻസും കയറിയ ശേഷം കൃത്യമായും ഈ എന്തൊക്കെയാണ് ഉണ്ടായിരുന്ന സാധനങ്ങളെന്നത് രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായിരുന്നത്, വൃത്തിഹീനമായിരുന്നോ എന്നുള്ളതൊക്കെ കൃത്യമായും പരിശോധിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ എവിടത്തേക്കാണ്, അതായത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഇത് എങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത്, എത്ര കാലമായി ഇത് തുടരുന്നു, ആരുടെ നേതൃത്വത്തിൽ
നേതൃത്വത്തിലാണിത് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള വിവരം വരണം. ഇവിടേക്ക് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ മുറിക്കുള്ളിലാണ് ഒരുപാട് പേരുണ്ട്. അതായത് പോലീസും ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരും ഈ ദേവസ്വം അധികൃതരും അടക്കം എത്തുമ്പോൾ ആ മുറിക്കുള്ളിൽ അധികം ആർക്കും അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ പരിശോധന നടക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഉള്ളിൽ ഈ മുറിക്കുള്ളിൽ മഹസർ രേഖപ്പെടുത്തുക, കൃത്യമായും ഈ തെളിവുകൾ ശേഖരിക്കുക. എന്തായാലും ഇത് രാസപരിശോധന അടക്കം നടത്തണം, അതായത് ശാസ്ത്രീയപരമായിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്നത് തന്നെയാണ് ആവശ്യം. കാരണം ഏത് തരത്തിലുള്ള ലായനികളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് തരത്തിലുള്ള പൊടിയാണ് ഈ കരിപ്രസാദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ വരണമെന്നാണ്. നമ്മളോടിപ്പോൾ ഇവിടെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം, സുതാര്യമായിട്ടുള്ള അന്വേഷണമാണ് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, പരിശോധന നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയല്ലേ ആവശ്യം? സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിയും ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വന്നിട്ടുള്ള ദേവസ്വം വിജിലൻസ് എ സിയോടും ഇവിടുത്തെ കൊട്ടാരക്കര എ സിയോടും അതുപോലെ തന്നെ ഇന്ന് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന SIയോടും പറഞ്ഞത്, ഇന്ന് നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ വിവരണങ്ങളെല്ലാം എടുത്തതിന് ശേഷം FIR ഇടാൻ വേണ്ടിയിട്ട് പരാതി കൊട്ടാരക്കര CIയുടെ കയ്യിൽ കൊടുക്കണം എന്നാണ്. ഇത് കേസെടുക്കണം, കേസെടുത്തിട്ട് വേണം ഇവിടെ നിന്ന് അവർ പോകേണ്ടത് എന്നാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ കാര്യങ്ങൾ എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഈ വീടിനുള്ളിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു മുറി മാത്രമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. മറ്റൊരു, അതായത് ഇതിന് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും അത് കൂടുതൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലായും ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തിരിയുടെയും അതോടൊപ്പം തന്നെ ഇലകൾ, അതായത് വലിയ കെട്ട് ഇലകൾ ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാം, അതായത് ഈ വീടിനുള്ളിൽ ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വസ്തുക്കൾ, അതോടൊപ്പം തന്നെ വലിയ കെട്ടിൽ ഇലകളൊക്കെ സൂക്ഷിച്ചിരുന്നു. നിരന്തരമായി ഇവിടെ നിന്നാണ് ഇത്തരത്തിൽ കരിപ്രസാദം ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രസാദം പിടികൂടുമ്പോൾ ഇവിടെ 2 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ 2 പേരുടെയും മൊബൈൽ ഫോണുകളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനൊരു പരിശോധന ഇവിടെ നടക്കുകയാണ്. ഇവിടെ ദേവസ്വം വിജിലൻസിന്റെ നേതൃത്വത്തിൽ ആ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ആ മഹസർ രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം ഈ വീടിനുള്ളിൽ, അതായത് വീടിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ വലിയ കെട്ട് ഇലകൾ ഇപ്പോഴും ആ വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ആർക്കു വേണ്ടിയാണ്, ആരാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഈ വീടിനുള്ളിൽ നമുക്ക് നോക്കുമ്പോൾ പല സാധനങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാകും ഇങ്ങോട്ടേക്ക് ഇതൊക്കെ എത്തിച്ചിരിക്കുക? ഇത് നിലവിൽ മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മേൽശാന്തിയാണ് ഇപ്പോൾ ഈ കരിപ്രസാദം തയ്യാറാക്കി നൽകുന്നതിനകത്ത് കീഴ്ശാന്തി മേൽശാന്തിയും ഇവർ 2 പേരും ഇതിൻ്റെ ഉത്തരവാദിത്വത്താണ്. അവർക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഇത് ഇവിടുത്തെ AOയ്ക്ക് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയും. ACയുടെ അന്വേഷണത്തിൽ ഇതെല്ലാം നടന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. നടപടിയെടുക്കാതെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ACയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇതിന് ഉത്തരവാദിയാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കമ്മീഷണർക്കും എൻ്റെ പേരിൽ ഹിന്ദു ഐക്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ പരാതി കൊടുത്തതാണ്. പരാതി കൊടുത്തിട്ട് ഇന്നേവരെ നടപടിയെടുക്കാതെ ആവർത്തിച്ചതും, അതുമാത്രമല്ല സീല് ചെയ്തതിന് ശേഷം ക്ഷേത്രം ശുദ്ധീകരിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും അത് അട്ടിമറിച്ച് വീണ്ടും ഇതേ പ്രവൃത്തി മറ്റൊരു സ്ഥലത്ത് ചെയ്തുകൊണ്ട് ഈ കുറ്റം വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ FIR ഇട്ട് കേസെടുക്കുക എന്നുള്ളത് ഭക്തരോട് കാണിക്കുന്ന ഒരു ആദരവായിരിക്കും. തീർച്ചയായും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ കാര്യം അറിയാമായിരുന്നിട്ടും പരാതിയായി ലഭിച്ചിട്ട് പോലും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞങ്ങൾ ഈ വിഷയം വീണ്ടും മെനഞ്ഞാന്ന് ഈ വിഷയം കണ്ടെത്തിയതിന് ശേഷം ഹിന്ദു ഐക്യയുടെ സംസ്ഥാന സമിതി അംഗം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചിരുന്നു. നിങ്ങളെന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ കാണിച്ചോളൂ, ഞങ്ങൾ എടുക്കുന്ന തീരുമാനം, അതിൻ്റെ നടപടിക്രമം വഴിപോലെ ചെയ്തു കൊള്ളാം, നിങ്ങൾ പറയുന്ന കണക്ക് കേൾക്കില്ല എന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് ധാർഷ്ട്യത്തോടു കൂടി പ്രസിഡന്റ് പറഞ്ഞത്. ആ പ്രസിഡന്റിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ
മൊത്തത്തിൽ ഇപ്പോഴത്തെ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടവരെല്ലാം കുറ്റവാളികളുടെ പട്ടികയിൽ വിശ്വാസി സമൂഹത്തിൻ്റെ മുന്നിൽ കാണപ്പെടുമ്പോൾ അവരിൽ നിന്ന് ഇതിനൊരു നീതിപൂർവമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് വിജിലൻസ് എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതലായും ഈ വീടിനുള്ളിലെ ദൃശ്യങ്ങൾ കാണേണ്ടതുണ്ട്. അതായത് ഈ ജനൽപ്പാളി തുറന്നു നോക്കുമ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു, ഈ വലിയ കെട്ട് ഇലകൾ സൂക്ഷിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ ഇവിടേക്ക് എങ്ങനെ എത്തി എന്നതിനെ പറ്റിയാണ് അറിയേണ്ടത്. അത് നേരത്തെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോൾ സൂചിപ്പിച്ചു. ആരുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നിരന്തരമായി ഇവിടെ നിന്നും ഈ പ്രസാദം നിർമ്മിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ വരുന്നത്. അതായത് ഈ വീട് മുഴുവനായും ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത് വലിയൊരു ലാഭം ഇതിനു പിന്നിലുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെയാണ്. എന്തായാലും ഇവിടെ മറ്റുള്ളവരും, അതായത് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് നിരവധി ആളുകൾ എത്തിയിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ സ്ഥിരമായി ഇത് തുടർന്ന് വന്നിരിക്കുന്നു പറഞ്ഞാൽ ഇത് ഇവിടെ കണ്ടെത്തിയതിന് ശേഷം മറ്റൊരിടത്ത് തൊട്ട് പിറ്റേ ദിവസം തന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം അതേപോലെ അവിടെ നടന്നു എന്നുണ്ടെങ്കിൽ അവിടെയും നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇതുപോലെ തന്നെ റൂമുകൾ വാടകയ്ക്ക് എടുത്തത് മേൽശാന്തിമാർ സ്ഥിരമായി ഇത് വാടകയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേൽശാന്തി വന്നിട്ട് 1 മാസം കണ്ടേ ആയുള്ളെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന് കൈമാറ്റം ചെയ്യുകയാണ്. മേൽശാന്തിമാർ ഒരുപക്ഷെ എഗ്രിമെന്റിനകത്ത്, വാടക എഗ്രിമെന്റിനകത്ത് ചിലപ്പോൾ ഈ മേൽശാന്തിയുടെ പേരിലായിരിക്കില്ല, മറ്റേ മേൽശാന്തിക്ക് ആയിരിക്കാൻ കൊടുത്തു. നാളുകളായിട്ട് മേൽശാന്തിമാർ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു മേൽശാന്തിയിൽ മാത്രം ഈ കുറ്റം ഒതുക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ മാത്രം ഒന്ന് ശിക്ഷിച്ചോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തോ ഈ കാര്യം ഒതുക്കി തീർക്കുന്നതിനോട് നമുക്ക് യാതൊരു യോജിപ്പുമില്ല. ഇതിൽ കുറ്റക്കാരായിട്ടുള്ള കംപ്ലീറ്റ് ആൾക്കാരെയും, എന്ന് വെച്ചാൽ മൊത്തമായിട്ടുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കമുള്ള ആൾക്കാരെ ഇവിടെ നിന്ന് ഇത് സസ്പെൻഡ് ചെയ്യണം. ഇതിൽ കുറ്റക്കാരെ ശിക്ഷിക്കണം. ക്ഷേത്രം, ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ശുദ്ധീകരിക്കണം. അതാണ് ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം. നിലവിലിപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങൾ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു റൂമിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിപ്പോൾ തന്നെ അവർ റിപ്പോർട്ടിൽ തയ്യാറാക്കിക്കൊണ്ട് എല്ലാവരെയും കാണിച്ചു തന്നെ. എന്തായാലും എല്ലാവർക്കും അതിൻ്റെ രേഖകളുണ്ടല്ലോ, ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി ഇത് മുക്കിക്കളയാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും ഇത് മറ്റൊരിടത്തേക്ക് മാറ്റിട്ട് FIR ഇട്ടിട്ട് അതിൻ്റെ കേസും അതിൻ്റെ പ്രൊസീഡിങ്സ് നടക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊന്ന് ശുദ്ധമാകട്ടെ, അത് തന്നെയാണ് താല്പര്യം. തീർച്ചയായും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ സംഭവം, അതായത് ഈ വാടക വീട്ടിൽ ഇത്തരത്തിൽ കരിപ്രസാദമടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ദർശനമൊക്കെ ആരംഭിച്ചത്. അതേ സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ദേവസ്വം ബോർഡിന്റെ തന്നെ കെട്ടിടത്തിന് മുകളിൽ കൃത്രിമമായി കരിപ്രസാദം നിർമ്മിക്കുന്നത് കണ്ടെത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പ്രതിഷേധവും ശക്തമായത്. എന്തായാലും ഇങ്ങനെയൊരു അന്വേഷണം അത് പ്രഹസനമായി തീരരുത് എന്നത് തന്നെയാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ദേവസ്വം വിജിലൻസിന്റെ ആയാലും അല്ലെങ്കിൽ ഈ ദേവസ്വം സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ പകുതി വഴിയിൽ നിലയ്ക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിലാകരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയെ വരെ സമീപിക്കുവാനുള്ള നീക്കങ്ങളിലാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ. കാരണം നേരത്തെയും ഈ ഉണ്ണിയപ്പ വിഷയത്തിലടക്കം ഉണ്ണിയപ്പം പുറത്ത് മറിച്ച് വിൽക്കുന്നതും അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റി സംബന്ധിച്ചുമൊക്കെ നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം വിനായക ചതുർത്ഥി ദിനത്തിലാണ് മോദകം പുറത്ത് മറിച്ച് വിൽക്കുന്നതിനെ പറ്റിയിട്ടുള്ള ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നത്. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള ഈ തട്ടിപ്പുകൾ ഇങ്ങനെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആരൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത് എന്നതിനെ പറ്റിയാണ് കൂടുതൽ അന്വേഷിക്കേണ്ടത്. അതിന്റെ പേരുകൾ തന്നെ, അതായത് ഇവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നുള്ള ആരോപണം തന്നെയാണ് ഉയരുന്നത്. അത്തരത്തിൽ 1-2 വ്യക്തികൾ ചേർന്നുകൊണ്ട് ഇത് മുഴുവനായും നിയന്ത്രിക്കുന്നു, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് നമ്മൾ വിജിലൻസ് സംഘം അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരാൾ കടന്നു വന്ന് അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഫോണിൽ മറ്റാർക്കോ കൈമാറുന്നത്. അവിടെ നിന്നും ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഉൾപ്പെടെ അയാളെ അവിടെ നിന്നും പിടികൂടുകയുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ അവിടെ നിന്നും പെട്ടെന്ന് ഓടി മറയുന്ന ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ഇപ്പോൾ കണ്ടതാണ്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്കുള്ള ഈ കമ്മ്യൂണിസ്റ്റുകളുടെ കടന്നുകയറ്റം തന്നെയാണ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിശ്വാസികളല്ലാത്ത നിരവധി പേർ ഈ ദേവസ്വം ബോർഡിന്റെ ഉന്നത ചുമതലകളിൽ അടക്കം വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്
ഇത് മാത്രമല്ല നിരവധിയായി, അതായത് ഈ ക്ഷേത്രത്തിലെ വരുമാനം സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള മറ്റ് സമ്പത്തുകളെ സംബന്ധിച്ചും, അതായത് ഈ PD ദേവസ്വം ക്ഷേത്രമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വരുമാനം ശബരിമലയ്ക്ക് പിന്നാലെ രണ്ടാമത്തെ വരുമാനമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സുതാര്യമാണോ? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഇത് PD ക്ഷേത്രമാണ്. PD ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡെപ്പോസിറ്റ് ക്ഷേത്രം എന്ന് പറയും. ഈ ക്ഷേത്രങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലാവുന്നത് 1812 മൺട്രോ ദിവാനായിട്ട് വന്നപ്പം ബ്രിട്ടീഷുകാർക്ക് കൊള്ളയടിക്കാൻ വേണ്ടി അന്നത്തെ റീജന്റ് റാണിയായിരുന്ന, അന്ന് ഒരു കൃത്രിമത്വത്തിൽ കൂടെ ഒരു 18 വയസ്സുള്ള ഒരു സ്ത്രീയെ പിടിച്ച് റാണിയാക്കി തിരുവിതാംകൂറിൻ്റെ റാണി ഗൗരി പാർവതിബായി. അവരെ മുൻനിർത്തിക്കൊണ്ട് മൺട്രോ കളിച്ച കളിയാണ് കേരളത്തിലുള്ള തിരുവിതാംകൂറിലുള്ള ഹിന്ദുക്കളെ, കൊച്ചി തിരുവിതാംകൂറിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമാക്കി. വരുമാനം, അതായത് ഈ PD ക്ഷേത്രങ്ങളിലെ വരുമാനം എങ്ങനെയാണ്? അത് ഞാൻ പറയാൻ പോവുകയാണ്. അപ്പം അത്തരത്തിൽ ഇതിനെ കൊണ്ടുവന്ന ക്ഷേത്രങ്ങളിൽ മഹാവരുമാനമുള്ള ക്ഷേത്രങ്ങളെ പിടിച്ചടക്കിയപ്പോൾ നാട്ടിലുണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ 60ഓളം ക്ഷേത്രങ്ങൾ പേഴ്സണൽ ഡെപ്പോസിറ്റ് ക്ഷേത്രങ്ങളാക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അടക്കം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ രാവിലെ ഉയർന്നു വന്ന ആവശ്യമാണ് ഇവിടെയുള്ള ഈ സ്വർണ്ണമടക്കം അന്വേഷിച്ച് അതിൻ്റെ അളവ് തിട്ടപ്പെടുത്തണമെന്നത് കൂടെ. കാരണം ഇവിടെ നിന്നും ഉയരുന്ന ആരോപണങ്ങളൊന്നും ചെറുതല്ല. വലിയ തരത്തിലുള്ള അഴിമതി ഈ ക്ഷേത്രത്തിന് പിന്നിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും അങ്ങനെ പറയുന്നത്. രാവിലെ എത്തിയപ്പോൾ ഭക്തജനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞതാണ്, അവർ ദിവസവും ഇവിടെ ദർശനത്തിനായി എത്തുമ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഗണപതിയെ ദർശിച്ച് മടങ്ങണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രസാദം പോലും ഇത്തരത്തിൽ കൃത്രിമമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർ വലിയ വിഷമത്തോടെ. മനോജ്, ദേവസ്വം വിജിലൻസിന്റെ ആ പരിശോധന പുരോഗമിക്കുകയാണ്. അത് സുതാര്യമാണോ എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നതിനായി BJP നേതാക്കളും ഹിന്ദു ഐക്യവേദി നേതാക്കളും ഭക്തരും ഒക്കെ തന്നെ അവിടെയുണ്ട്. കാരണം നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല, സുതാര്യമായിരിക്കണം, കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി അവർ അവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷം അവർ സ്വീകരിച്ച മറ്റൊരു കെട്ടിടത്തിലും അതേ വൃത്തിഹീനമായ സാഹചര്യവും കൃത്രിമപ്പൊടികളാൽ കരിപ്രസാദവും നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അത്തരമൊരു നീക്കത്തിലേക്ക് കൂടി ഭക്തർ പോകുന്നത്.